SNDP ചേപ്പാട് യൂണിയൻ പ്രതിഭാസ സംഗമം, ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി എന്നിവ നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. മുട്ടം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലാണ് ചടങ്ങുകൾ നടന്നത്. യൂണിയൻ പ്രസിഡന്റ് S. സലികുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി N. അശോകൻ സ്വാഗതം രേഖപ്പെടുത്തി. SNDP യോഗം ചേപ്പാട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഭാ സംഗമവും സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ യൂണിയൻ തല ഉദ്ഘാടനവും സംസ്ഥാന ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. വിദ്യാർത്ഥികൾ അക്കാദമിക മികവിനൊപ്പം ലഹരി മുക്തമായ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും മാതൃകയാകണം. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നവരെ കർശനമായി നേരിടും. കുട്ടികളുടെ ഭാവി തകർക്കുന്ന ലഹരി മാഫിയോട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഈ വിപത്തിനെതിരെയുള്ള സർക്കാരിന്റെ ശക്തമായ പോരാട്ടമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുധർമ്മ പ്രചരണത്തിനും മുൻതൂക്കം കൊടുക്കാനും കഴിയുന്ന ഒരു യൂണിയനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടിച്ച് ശക്തരാകാനും ആഹ്വാനം ചെയ്ത ഗുരുദേവന്റെ കാലടിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ടാണ് ഇന്നിവിടെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ ഇവിടെ ആദരിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ അടിമത്തം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയൂ. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. വിദ്യാഭ്യാസം കിട്ടിയാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാൻ കഴിയും. അതാണ് മലയാളി ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും വിജയിക്കുന്നത്. അപ്പോൾ ഗുരുദേവൻ കാട്ടിയ വഴികളിലൂടെ കേരളീയ സമൂഹം മുന്നോട്ട് പോയതുകൊണ്ടാണ് കേരളത്തിൽ 100% സാക്ഷരത കൈവരിച്ചതും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായതും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളെല്ലാവരും പ്രവർത്തിക്കുവാൻ. ഇന്ന് വിദ്യാർത്ഥികൾക്ക് നല്ല വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നു. അവർ അങ്ങനെ വിജയം നേടിയ ആളുകൾ പോലും ഉയർന്ന പഠനത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു കാലമാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ എക്സലൻസ് ഉള്ള കുട്ടികളാണ് വിജയിച്ചു വരുന്നത്. 90 മാർക്ക് 100% മാർക്ക് കിട്ടുന്ന കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ 100% മാർക്ക് കിട്ടിയ കുട്ടികളുള്ളപ്പോഴാണ് നമ്മൾ ആ കുട്ടികളുമായി മത്സരിക്കേണ്ടി വരുന്നത്. മുട്ടം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ ചേപ്പാട് യൂണിയൻ പ്രസിഡന്റ് S. സലികുമാർ അധ്യക്ഷത വഹിച്ചു. കലാകായിക രംഗത്തെ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ കായംകുളം DYSP ബിനുകുമാർ ജീവിതമാണ് ലഹരി എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചിട്ടുള്ള 193 രാജ്യങ്ങളും ഈ 193 രാജ്യങ്ങളിലെ ഏറ്റവും ബൗദ്ധികതയുള്ള ബുദ്ധിയുള്ള രാജ്യം എന്നറിയപ്പെടുന്നത് നമ്മൾ അധിവസിക്കുന്ന ഇന്ത്യയാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. 28 സംസ്ഥാനങ്ങളിലെ ഏറ്റവും ബൗദ്ധികതയുള്ള സംസ്ഥാനം നമ്മൾ അധിവസിക്കുന്ന കേരളവുമാണ്. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചപ്പോൾ നമ്മുടെയൊക്കെ ലൈഫ് സ്പാൻ, ആയുർദൈർഘ്യം കേരളക്കാരുടെ എന്ന് പറയുന്നത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പുരുഷന്മാരുടെ 52 വയസ്സും സ്ത്രീകളുടെ 54 വയസ്സുമായിരുന്നു 1951. 2023 നബാർഡ് എന്ന് പറഞ്ഞ സംഘടന ഒരു സെൻസസ് നടപ്പിലാക്കി. അതിൽ നമ്മുടെ ആയുർദൈർഘ്യം എന്നറിയപ്പെടുന്നത് പുരുഷന്മാരുടെ 72 വയസ്സും സ്ത്രീയുടെ 73 വയസ്സുമായി. യൂണിയൻ സെക്രട്ടറി N. അശോകൻ സ്വാഗതം രേഖപ്പെടുത്തി. യോഗം ഡയറക്ടർമാരായ M. K. ശ്രീനിവാസൻ, D. ധർമ്മരാജൻ, യൂണിയൻ കൌൺസിലർമാരായ തൃക്കുന്നപ്പുഴ പ്രസന്നൻ, S. ജയറാം, അഡ്വക്കേറ്റ് U. ചന്ദ്രബാബു, അയ്യപ്പൻ കൈപ്പള്ളിൽ, P. N. അനിൽകുമാർ, J. ബിജുകുമാർ, B. രഘുനാഥ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ബിനു കരുണാകരൻ, N. ചിത്രാംഗതൻ എന്നിവർ സംസാരിച്ചു. കൂടാതെ പോഷക സംഘടനാ ഭാരവാഹികളായ സുനി തമ്പാൻ, ഹരിപ്രിയ, ലക്ഷ്മി നന്ദിനി, സുബിൻ ശശി, A. റാഫി, V. സുധീർ, T. P. ബിജു, V. സുനിൽ, S. മനോജ്, കിരൺ എന്നിവരും യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് D. കാശിനാഥൻ നന്ദി രേഖപ്പെടുത്തി. CD നെറ്റ് ന്യൂസ്, ചേപ്പാട്.